ശ്രീകണ്ഠപുരം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം ടൗണിലും നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിലും മിന്നൽ പരിശോധന നടത്തി. 13 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകണ്ഠപുരം ടൗണിലെ മത്സ്യ മാർക്കറ്റുകളിലും ചിക്കൻ സ്റ്റാളുകളിലും കൂടാതെ ചെമ്പന്തൊട്ടി, കൂട്ടുമുഖം, കണിയാർവയൽ എന്നീ ടൗണുകളിലുമാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. ആകെ 19 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ 13 സ്ഥാപനങ്ങളിൽ വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തി. തുടർ നടപടിയുടെ ഭാഗമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഭക്ഷ്യസുരക്ഷ, ശുചിത്വം, മാലിന്യ സംസ്കരണം, പൊതുജനാരോഗ്യ മാനദണ്ഡങ്ങൾ എന്നിവ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധനയിൽ വിലയിരുത്തി. നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമാനുസൃതമായ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. പരിശോധനയ്ക്ക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സതീഷ് PV, ജിഷ K, അനീഷ്യ മോൾ BV എന്നിവർ നേതൃത്വം നൽകി. ശ്രീകണ്ഠപുരം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇന്നലെ 22/7/2026 നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ശ്രീകണ്ഠപുരം, ചെമ്പന്തൊട്ടി, കണിയാർവയൽ, കൂട്ടുമുഖം തുടങ്ങിയ പ്രധാനപ്പെട്ട ടൗൺ കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ മിന്നൽ പരിശോധന നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ ജില്ലയിലെ മുഴുവൻ നഗരസഭകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ രീതിയിൽ പരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീകണ്ഠപുരം നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും പരിശോധനകൾ നടത്തിയത്. വ്യാപാര സ്ഥാപനങ്ങൾ, മാർക്കറ്റുകൾ, ചിക്കൻ സ്റ്റാളുകൾ തുടങ്ങിയ മാലിന്യ ഉൽപ്പാദന രംഗത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ പരിശോധന നടത്തിയത്. അതിൽ തന്നെ 19 സ്ഥാപനങ്ങൾ പരിശോധിച്ചതിൽ 13 സ്ഥാപനങ്ങൾ നിയമലംഘനം നടത്തിയായി കണ്ടെത്തി. അവയ്ക്ക് നോട്ടീസ് കൊടുത്ത് തുടർ നടപടി സ്വീകരിച്ചു വരികയാണ്. നമുക്കറിയാം, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജ്യത്ത് ഖരമാലിന്യ പരിപാലന ചട്ടം 2026 ഏപ്രിൽ മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. അതുപ്രകാരം മാലിന്യങ്ങൾ വേർതിരിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് തന്നെയാണ്. അത് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൊടുക്കണം. അതിനുവേണ്ടി സർക്കാർ തലത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ, ക്ലീൻ കേരള മിഷൻ ഉണ്ട്, അതുപോലെ KSWMP ഉണ്ട്, ശുചിത്വ മിഷൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മാലിന്യങ്ങളെ എങ്ങനെ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ കരുത്തായ നല്ല ആരോഗ്യത്തോടുകൂടി നഗരത്തിലെ ജനങ്ങൾ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, രോഗങ്ങൾ വരാതെ തടയുക എന്നുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിൽ നടത്താനുണ്ട്. ശ്രീകണ്ഠപുരം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഈ മേഖലയിൽ വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. തുടർന്നും ഇത്തരം പരിശോധനകൾ നടത്തി നിയമലംഘനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശിക്ഷിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ട ബോധവൽക്കരണങ്ങൾ നടത്തുകയും ഇതോടൊപ്പം ചെയ്യുന്നുണ്ട്.